പറഞ്ഞതുപോലെ വീണ ശ്രീനന്ദ പറയുകയുണ്ടായി, നമുക്കൊന്ന് നടക്കാൻ പോലും പറ്റാത്ത അത്ര തിരക്കായി കഴിഞ്ഞു എന്നുള്ളത്. ഇനി ഇങ്ങനെയല്ല, ഓരോ നിമിഷവും ഇനി പിന്നിട്ട് കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ തിരക്കിലേക്ക് തന്നെ ഈ ദൂരസ്ഥലത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ഏതാണ്ടൊരു ക്ഷേത്രത്തിനൊരു 2 കിലോമീറ്റർ അപ്പുറം വെച്ചൊക്കെ നടന്നു പോരാൻ മുമ്പ് കഴിയുമായിരുന്നു. ഇപ്പോൾ അതും കഴിയുന്നില്ല. കാരണം പൊങ്കാല അടുപ്പുകൾ അത്ര ദൂരേക്ക് വന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് 5 കിലോമീറ്റർ അപ്പുറമൊക്കെ ഇറങ്ങി നടക്കേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ KSRTC ബസ്സൊക്കെ അത്ര ദൂരെയാണ് സർവീസ് അവസാനിപ്പിക്കുന്നത്. കാരണം ഇങ്ങോട്ടേക്ക് പോരാൻ പിന്നെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ നടന്നു തന്നെ പോരുക എന്നുള്ളതാണ്. നേരത്തെ തമ്പാനൂരിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അവിടെ തന്നെ പൊങ്കാല ഒരുക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതും ആവർത്തിച്ചുള്ള അനൗൺസ്മെൻ്റ് ആണ്. അത് ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൊങ്കാല നിവേദിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നഗരം വിട്ടു പോകാവൂ എന്ന് പറയുന്നത്. അവരവരുടെ പൊങ്കാല എടുത്തു പോകാൻ പെട്ടെന്ന് വീട്ടിലെത്താനുള്ള ഒരു ആവേശത്തിൽ ഒരു പക്ഷേ പൊങ്കാല എടുത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഓരോ ഏരിയ കേന്ദ്രീകരിച്ച് തന്നെ അത്തരത്തിൽ പുണ്യാഹം തളിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ നിവേദ്യ സമർപ്പണത്തിനുള്ള സമയമാകുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയും. അതായത് പൊങ്കാല നിവേദിക്കുന്നത് 1:15 എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിൽ അത് ക്ഷേത്ര പരിസരത്ത് നിവേദിച്ച് തുടങ്ങുമ്പോൾ തന്നെ അതിന് മുൻപേ തന്നെ ഈ തിരുമേനിമാര് അവിടെ സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ടാകും. അവിടെ നിന്ന് അവർ ക്ഷേത്രത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടുന്നതിനനുസരിച്ച് പൊങ്കാല നിവേദ്യം ഓരോ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തിരുമേനിമാരും അവിടെ എല്ലാവരും സജ്ജരായി കഴിയും. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇപ്പോൾ 1:15 നിവേദ്യ സമർപ്പണം വരുമ്പോൾ തന്നെ ഒരു പക്ഷേ ഇത്രയും കിലോമീറ്ററുകളിൽ ഒരേ സമയം തുടങ്ങാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. പുഷ്പാഭിഷേകമുണ്ട്, വിമാനമാർഗം. ആദ്യം അനുമതി ലഭിച്ചിരുന്നില്ല, പിന്നീട് ഉണ്ടായി. അതുകൊണ്ട് മനോഹരമായ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു, ഇത് കാണാൻ വേണ്ടി മാത്രം. കാരണം അമ്പലത്തിൽ നിന്നൊക്കെ ദൂരെയാണ് ഇരിക്കുന്നത് എങ്കിൽ അതൊരു വലിയ ഒരു ഇവിടെ നിന്നുള്ളൊരു അറിയിപ്പ് പോലെയാണ് നമുക്കത് ഫീൽ. അല്ലെങ്കിൽ ദേവി വന്നിങ്ങനെ പുഷ്പവൃഷ്ടി നടത്തുന്ന ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും നമുക്കറിയാം അത് എത്രത്തോളം ഏതൊക്കെ വകുപ്പുകളാണ് ഈ ഒരു പൊങ്കാല മഹോത്സവത്തോട് സഹകരിച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ വകുപ്പുകളും സഹകരിച്ച് എല്ലാ ആളുകളും എല്ലാ റോഡുകളും ആറ്റുകാലിലേക്കാണ് എന്ന് പറയുന്ന എല്ലാ ഭക്തജനങ്ങളും എല്ലാ ജനങ്ങളും ആറ്റുകാലിലേക്കാണ് എന്ന് പറയുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഭാഗത്തെ പുരുഷന്മാർക്കെല്ലാം പ്രത്യേക പാസുകൾ നൽകിയിട്ടുണ്ട്. അതല്ലാതെയുള്ള ആളുകളെ ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഈ സേവന സന്നദ്ധരായി നിൽക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ പ്രത്യേക പാസുകൾ നൽകി അവരെ ഇന്നലെ വൈകുന്നേരം ദേവിയെ ദർശിക്കുന്നതിനായി വലിയ നിയന്ത്രണങ്ങളില്ലായിരുന്നു. കുടുംബസമേതം പുരുഷന്മാർ ഉൾപ്പെടെയുള്ളവർ ക്യൂവിൽ ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അത് സ്ത്രീ ജനങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങി ചേർന്നിട്ടുണ്ട്. നമുക്ക് കാണാം, ഇങ്ങനെ നീണ്ട നിര തന്നെയാണ്. ഇനി എത്രയും പെട്ടെന്ന് ദേവിയെ ഒന്ന് കണ്ടു വണങ്ങിയിട്ട് വേണം തങ്ങളുടെ പൊങ്കാല അടുപ്പുകളിലേക്ക് ചെന്നെത്താൻ. ഈ കണ്ണകി ചരിതം പറയുന്നത് പോലെ അത് ആ ചരിതം മനസ്സിലാക്കി ഈ കാപ്പ് കെട്ടിയ നാൾ മുതൽ വ്രതമെടുത്ത് ഇരിക്കുന്ന സ്ത്രീകളുണ്ട്. വളരെ കഠിന വ്രതം നോക്കി പൊങ്കാല തിളച്ചു തൂവിയതിന് ശേഷം മാത്രം വെള്ളം കുടിക്കൂ എന്ന് അവർ അത്രയും കഠിനമായ വ്രതമെടുത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന കാര്യം ഇതാണ്, കഠിന വ്രതമെടുത്ത് ദേവിയെ പ്രാർത്ഥിച്ച് പൊങ്കാല ഇട്ടിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ അത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്രയും ദേവിയോട് അവർ സംവദിക്കുന്നുണ്ട്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആറ്റുകാല അമ്മ. തിരുവനന്തപുരത്തെ ആളുകൾ കുറച്ചുകൂടി ആറ്റുകാല അമ്മച്ചി എന്നാണ് പറയാ, അത്രയും സ്നേഹത്തോടെ. പക്ഷെ ബാലികാ രൂപം ദേവിക്കുണ്ട് എന്ന് ഇവിടുത്തെ ദേവിക്ക് ബാലികാ രൂപമുണ്ട്. ദാരുശില്പമാണ് ഇവിടെ ഉള്ളത്. ഇത് ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. പക്ഷെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആ ദേവി ഏത് ഭാവത്തിൽ രൂപത്തിൽ എന്നുള്ളതല്ല, ഞങ്ങളെ കേൾക്കാനിരിക്കുന്ന ഞങ്ങളുടെ അമ്മ. കാരണം ഇന്ന് ആ ചൈതന്യം ഏതാഗ്രഹം ചോദിച്ചാലും നടത്തിത്തരും എന്ന് തന്നെയാണ് വിശ്വാസം. എന്തായാലും വേണം, നമുക്ക് വീണ്ടും ശാലിനിയിലേക്ക് പോകേണ്ടതുണ്ട്. ശാലിനിയും രശ്മിയും ഇങ്ങനെ റെഡിയായി തന്നെ നിൽപ്പുണ്ട്. ശാലിനി, നമുക്ക് ഓരോ നിമിഷങ്ങൾ പിന്നിടുന്തോറും തിരക്ക് കൂടുന്ന കാഴ്ചയുണ്ട്. അതോടൊപ്പം തന്നെ നിര വളരെ പെട്ടെന്ന് തന്നെ പോകുന്നു. കാരണം ഇനി എത്രയും പെട്ടെന്ന് ദേവീ ദർശനം കഴിഞ്ഞാൽ പൊങ്കാല സമർപ്പിക്കുന്നതിനുള്ള പൊങ്കാല അടുപ്പുകളിലേക്ക് അവർക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ വേഗം തന്നെ ഈ നിര ഇങ്ങനെ പോകുന്ന കാഴ്ച തന്നെയാണോ ശാലിനി? രോഹിണി, നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് കാണുന്ന കാഴ്ച വലിയ രീതിയിലുള്ള തിരക്കാണ്. അപ്പോൾ പൊങ്കാല നിവേദ്യം നൽകണം, ഒപ്പം തന്നെ നിവേദ്യം ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കണം, അതിനൊക്കെ ആയിട്ടുള്ള സമയം കണ്ടെത്തണം. ഇതിനൊക്കെയാണ് ഭക്തർ ഇപ്പോൾ സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്ര ദർശനം ഒരു ഭാഗത്ത് തുടരുകയാണ്. രാവിലെ നിർമ്മാല്യം കഴിഞ്ഞ് നട തുറന്നപ്പോൾ മുതലുള്ള ആ ഒരു തിരക്കിപ്പോഴുമുണ്ട്. ആദ്യ ഘട്ടങ്ങളിലൊക്കെ 100 പേരെ വെച്ച് ഒരേ സമയം കടത്തി വിടുകയായിരുന്നു. പക്ഷേ പിന്നീട് അതിന്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 9:45 ശുദ്ധപുണ്യാഹത്തിന് മുൻപ്
ചില വിശേഷാൽ പൂജകൾ ശ്രീകോവിലിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദർശനം നിർത്തിവെക്കും. അതിന് മുന്നോടിയായി പരമാവധി ആളുകളെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ച് ദർശനം നടത്തി അവരെ അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് മടക്കി അയക്കാനാണ് ക്ഷേത്ര ട്രസ്റ്റും ഒപ്പം തന്നെ ക്ഷേത്ര സന്നിധിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാവധി നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, പരമാവധി ആളുകളെ കയറ്റിവിടുന്നുണ്ട്. ഒപ്പം തന്നെയാണ് തിരക്ക് ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ രോഹിണിയും വീണയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നീതിദേവതയാണ്, ഒപ്പം ബാലരൂപത്തിലാണ്, കണ്ണകിയാണ്, അങ്ങനെ വിവിധ ഭാവത്തിലുള്ള ദേവിയാണ്. എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്ന ഇഷ്ടവരദായിനി കൂടിയാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടവരദായിനിയുടെ മുൻപിൽ അവരുടെ ആഗ്രഹങ്ങൾ സബലീകരിച്ചുള്ള നന്ദി സൂചകമൊക്കെ ആയിട്ടാണ് ഓരോരുത്തരും ഇവിടെ എത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പതികാരത്തിലെ കഥകളൊക്കെ നമുക്കറിയാം. കണ്ണകി ദേവി എന്തുകൊണ്ട് ആറ്റുകാലിലെത്തി, എങ്ങനെ ആറ്റുകാലിലെത്തി, ആറ്റുകാലിലെത്താനുണ്ടായ കാരണം എന്താണ് എന്നൊക്കെ അറിയാം. കഴിഞ്ഞ 9 ദിവസം മാർച്ച് 5-ാം തീയതി കാർത്തിക നാളിൽ കാപ്പുകെട്ടി ദേവിയെ ഏറ്റവും മുൻപിലായി, അതായത് ശ്രീകോവിലിന് മുൻപിലായി പച്ചപ്പന്തലിന് സമീപം കുടിയിരുത്തിയതോടുകൂടി പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ഇന്ന് പൂരം നാളും ഒപ്പം തന്നെ പൗർണമിയും ഒത്തുവരുന്ന ദിവസമാണ്. അതായത് അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ആ ദിവസമാണ് ഇന്ന് ഭക്തലക്ഷങ്ങൾ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി ഇവിടേക്ക് എത്തുന്നത്, പൊങ്കാല അർപ്പിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നതോടൊപ്പം തന്നെ ഈ കണ്ണകി ചരിതം പലർക്കും അറിയാം. പല കഥകളുണ്ട്, പല ഐതിഹ്യങ്ങളുണ്ട്. ബാലരൂപത്തിലാണ്, കണ്ണകിയാണ്. കിള്ളിയാറിന് സമീപത്ത് കോപാകുലയായി മധുര ചുട്ടി ചാമ്പലാക്കി അമ്മ എത്തുമ്പോൾ അമ്മയെ പൊങ്കാലയർപ്പിച്ച് നിവേദ്യവും പായസവും മണ്ടപ്പുറ്റും ഒക്കെ നൽകി അമ്മയെ സമാധാനപ്രിയയാക്കി ഇവിടെ കുടിയിരുത്തുന്നു എന്നുള്ളതാണ് ആ ഒരു ഐതിഹ്യത്തിന്റെ കൂടുതൽ കഥകൾ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് നമ്മൾ മുൻപൊക്കെ നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇന്നേ ദിവസം ആ കഥ കേൾക്കാതെ, ആ ശക്തി സ്വരൂപിണിയുടെ കഥ മനസ്സിലാക്കാതെ പറയാതെ പോകാൻ കഴിയില്ല. എനിക്കിപ്പം രശ്മി കൂടി ചേരുന്നുണ്ട്. രശ്മി, ആ ഒരു ചിലപ്പതികാരത്തിലെ ഈ ഒരു 9 ദിവസം, ഇന്ന് 9-ാം ദിവസമാണ് ഉത്സവത്തിന്, ആ 9-ാം ദിവസം എന്താണ് കഥ പാടിത്തീരുന്നത് എന്ന് വരെ ചുരുക്കം വരികളിൽ രശ്മി പറയും. രശ്മി, ഈ പലർക്കും ചിലപ്പതികാരം കേട്ടിട്ടുണ്ട്, കണ്ണകി ചരിതം എന്താണെന്ന് അറിയാം. പക്ഷേ ആറ്റുകാലമ്മയുടെ കഥ എന്ന് പറയുമ്പോൾ പല ഐതിഹ്യങ്ങളുണ്ട്. എന്താണ് ശരിക്കും നമ്മൾ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ആ ഒരു കഥ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വരുന്നു പറഞ്ഞു കൊടുക്കാം? ശാലി, നമ്മൾ പറയുന്നത് കണ്ണകി ചരിതം തന്നെയാണ്. ഈ കണ്ണകി ദേവിയുടെ ആ ഒരു പാട്ട്, അത് തോറ്റംപാട്ടുകാർ പാടി തുടങ്ങുന്നു. അന്ന് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നു. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടുകൂടിയാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. അതിൽ ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളാണ് തോറ്റംപാട്ടുകാർ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പാണ്ഡ്യരാജാവിന്റെ വധം പാടുന്ന ഭാഗം, അത് പാടിത്തീരുമ്പോഴാണ് പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുന്ന ആ ഒരു ദിവസം. കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാം, ഇത്തരത്തിൽ കോവലനെ വധിക്കുന്ന ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കോവലനെ വധിക്കുന്ന ദിവസം പതിവിലും വൈകിയാണ് ക്ഷേത്രനട തുറന്നത്. ഒരുപാട് വൈകി ക്ഷേത്രനട തുറക്കുന്നു. ദേവിയുടെ മുഖം തൂവാല കൊണ്ട്, തുണി കൊണ്ട് മറച്ചിടും. കാരണം അന്ന് ദുഃഖത്തിന്റെ ദിവസമാണ്. അതിനുശേഷം ഈ കോവലനെ വധിക്കാൻ കാരണക്കാരനായ സ്വർണ്ണപ്പണിക്കാരനെ തേടിയുള്ള ദേവിയുടെ യാത്ര, അതാണ് കഴിഞ്ഞ ദിവസം തോറ്റംപാട്ടുകാർ പാടിയത്. ഇന്ന് പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ഭാഗമാണ്. പാണ്ഡ്യരാജാവിനെ വധിച്ച് മധുരാ നഗരി ചുട്ടെരിച്ചതിന് ശേഷമാണ് കണ്ണകി ദേവി ആറ്റുകാലിലേക്ക് എത്തുന്നത്. ദേവിയുടെ ആ ഒരു ക്രോധം, ആ ഒരു കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അമ്മമാർ, ലക്ഷോപലക്ഷം അമ്മമാർ ഈ പൊങ്കാല അർപ്പിക്കുന്നത്. ദേവി ശാന്ത സ്വരൂപിണിയായി പിന്നീട് അന്നപൂർണേശ്വരി ഭാവത്തിലാണ് ആറ്റുകാലിൽ കുടികൊള്ളുന്നത്. അതോടൊപ്പം തന്നെ മുല്ലവീട്ടിൽ കാരണവരുടെ കഥയും ഐതിഹ്യമായി പറയുന്നുണ്ട്. മുല്ലവീട്ടിലെ കാരണവർക്ക് കിള്ളിയാർ കടക്കുന്നതിന് വേണ്ടി ഒരു ബാലിക പ്രത്യക്ഷപ്പെടുകയും അത് കിള്ളിയാർ കടക്കണമെന്ന് മുല്ലവീട്ടിൽ കാരണവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ പ്രകാരം ആ കിള്ളിയാർ കടന്ന് അപ്പുറത്തേക്ക് എത്തി മുല്ലവീട്ടിൽ കാരണവരുടെ വീട്ടിലേക്ക് ആ ബാലിക എത്തി ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ആ ബാലിക പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത്. പിന്നീട് മുല്ലവീട്ടിൽ കാരണവർക്ക് സ്വപ്നത്തിൽ ബാലിക ദർശനം നൽകുകയും താൻ ആദിപരാശക്തിയാണെന്നും ദേവിയെ കുടിയിരുത്തുകയാണെങ്കിൽ നാൾക്കുനാൾ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. ആ തരത്തിൽ പിന്നീട് പിറ്റേ ദിവസം അദ്ദേഹം ആ അടയാളം കണ്ട സ്ഥലത്താണ് ആറ്റുകാൽ ക്ഷേത്രം. കിള്ളിയാറിന്റെയും കരമനയാറിന്റെയും സംഗമസ്ഥാനമാണ് ആറ്റുകാൽ ക്ഷേത്രം. അവിടെ ദേവിയെ കുടിയിരുത്തുന്നത്. കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ചേരുന്ന നാളിലാണ് ആ ദേവിക്ക് പുണ്യദിനം. ഭക്തസഞ്ചയം ആറ്റുകാൽ ദേവിയുടെ സന്നിധിയിൽ പൊങ്കാല അർപ്പിച്ച് സായുജ്യരാകുന്ന ദിനമാണെന്ന്. ക്ഷേത്ര പരിസരത്തും ചുറ്റുപാടുകളിലുമെല്ലാം അടുപ്പുകൾ നിറഞ്ഞ പുണ്യമുഹൂർത്തത്തിന് വേണ്ടി ഇനി വളരെ കുറച്ചു സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. ദൂരദേശങ്ങളിൽ നിന്ന് പൊങ്കാല അർപ്പിക്കാനായി ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ശരീരവും മനസ്സും അമ്മയിൽ അർപ്പിച്ച് പൊങ്കാല സമർപ്പണത്തിനുള്ള ആ ഒരു നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോരുത്തരും. ദേവീ ദർശനത്തിന് പോലും അഭൂതപൂർവമായ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൊങ്കാല ഇടുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ദേവിയെ കാണുന്നതിന് വേണ്ടി, ദേവിയുടെ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടിയാണ് ലക്ഷോപലക്ഷം
അമ്മമാരി കാത്തിരിക്കുന്നത്. മനമുരുകി സ്വയം സമർപ്പണമാണ്. പൊങ്കാല പുറത്ത് പൊള്ളുന്ന ചൂടാണ്, പക്ഷേ ഈ ചൂടിനെ ഒന്നും തന്നെ വകവയ്ക്കാതെ വളരെ ഭക്തി പുരസ്സരമാണ് ഓരോ ഭക്തരും. ഈ ചൂടൊന്നും തന്നെ അവർക്ക് പ്രശ്നമേ അല്ല, കാരണം അത്രത്തോളം ഭക്തിയാണ്. ഓരോ വർഷം കഴിയുന്തോറും ആറ്റുകാലിലേക്ക് ഒഴുകിയെത്തുന്ന ഭക്തരുടെ എണ്ണം അത്ര കണ്ട് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സ്ത്രീകളുടെ ശബരിമലയാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം. ഇനി ചടങ്ങുകൾ ആരംഭിക്കുക ഏതാണ്ട് 9:45 കൂടിയാണ്. 9:45 ശുദ്ധ പുണ്യാഹം. അതിനുശേഷം 10:15 ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകരുക. അത് ക്ഷേത്ര തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ക്ഷേത്ര ശ്രീകോവിനുള്ളിൽ നിന്നും ദീപം പകർന്ന് മേൽശാന്തിക്ക് കൈമാറും. മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയാണ്. അദ്ദേഹം ആ ദീപം സഹമേൽശാന്തിക്ക് കൈമാറും. പിന്നീട് ക്ഷേത്ര തിടപ്പള്ളിയിലും ഭണ്ഡാര അടുപ്പിലേക്കും അഗ്നി പകരും. 10:15 മുഹൂർത്തം. അതേസമയം തന്നെ ലക്ഷോപലക്ഷം പൊങ്കാല കലങ്ങളിലേക്ക് അഗ്നി പകരും. യാഗശാലയായി അനന്തപുരി മാറും. ഏതായാലും ഭക്തി പുരസ്സരമായിട്ട് വളരെ ഭക്തിപൂർവ്വമായിട്ട് ഓരോ അമ്മമാരും ഇപ്പോൾ ദേവിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, പൊങ്കാല അർപ്പിക്കുന്നതിന് മുൻപ് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അതോടൊപ്പം തന്നെ പൊങ്കാല മഹോത്സവം ആറ്റുകാലിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കുത്തിയോട്ട വ്രതം. അത് ഈ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബാലന്മാർ കുത്തിയോട്ട വ്രതം നോൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ശാലിനിയോട് ചോദിക്കാം. ശാലിനി, ആറ്റുകാലിലെ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുത്തിയോട്ട വ്രതം എന്ന് പറയുന്നത്. അതിന്റെ ഒരു കഥ നമ്മൾ എല്ലാ കൊല്ലവും പറയാറുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് പങ്കുവയ്ക്കും. പക്ഷേ ആറ്റുകാൽ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ പ്രിയപ്പെട്ട ദാസന്മാരാണ് കുത്തിയോട്ട ബാലന്മാർ. ഇത്തവണ 592 ബാലന്മാർക്കാണ് ആ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു ഉത്സവം കൊടിയേറി എന്ന് പറയാം. കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയ കാർത്തിക നാളിൽ നിന്ന് 3-ാം ദിവസമാണ്. ആ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3-ാം ദിവസമാണ് കുത്തിയോട്ട ബാലന്മാരുടെ വ്രതം ആരംഭിക്കുന്നത്. കഴിഞ്ഞ 7 ദിവസമായി അവർ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലുണ്ട്. ക്ഷേത്ര ശ്രീകോവിലിന് സമീപത്തായി അവരെ നമസ്കാരങ്ങൾ ചെയ്യിപ്പിച്ച് അവരുടെ ദിനചര്യകളെല്ലാം പൂർത്തിയാക്കി അവരുടെ ആരോഗ്യമൊക്കെ സംരക്ഷിച്ച് ക്ഷേത്ര ട്രസ്റ്റുകാർ അവരെ നടത്തിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ 7-ാം ദിവസമായ ഇന്ന്, അവരുടെ വ്രതത്തിന്റെ 7-ാം ദിവസമായ ഇന്ന് കുത്തിയോട്ട ബാലന്മാർ അങ്ങനെ 1001 നമസ്കാരം പൂർത്തിയാക്കുകയാണ്. 1001 നമസ്കാരം പൂർത്തിയാക്കി ഇന്ന് വൈകിട്ട് 7:30 അവർക്ക് ചൂരൽകുത്ത് നടത്തും. ഒരുപക്ഷെ ഈ ഒരു ചടങ്ങിന്റെ അല്ലെങ്കിൽ കുത്തിയോട്ട വ്രതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. 1001 നമസ്കാരങ്ങൾ പൂർത്തീകരിച്ച് ചൂരൽകുത്ത് നടത്തി ഇന്ന് രാത്രിയിലാണ് ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ പ്രിയപ്പെട്ട സഹോദരൻ മണക്കാട് ശാസ്താവ് കഴിഞ്ഞ ദിവസം ഇവിടെ വരുമ്പോൾ ആ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ ക്ഷേത്ര നട അടഞ്ഞു കിടക്കുന്നതിൽ ദേഷ്യം പൂണ്ട് അല്ലെങ്കിൽ വിഷമിച്ച് സങ്കടത്തോടെ പോയ ആ ഒരു അനുജനെ കാണാൻ, മണക്കാട് ശാസ്താവിനെ കാണാൻ അമ്മ ഇന്ന് പുറത്തെഴുന്നള്ളത്ത് പോവുകയാണ്. അങ്ങനെ ആനപ്പുറത്ത് അല്ലെങ്കിൽ ആനയുടെ അകമ്പടിയോടുകൂടി, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി കുത്തിയോട്ട ബാലന്മാരുടെ, ദേവീദാസന്മാരായ കുത്തിയോട്ട ബാലന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് അമ്മ ഇന്ന് വൈകിട്ട് പുറത്തെഴുന്നള്ളത്ത് പോകുന്നത്. വൈകിട്ടോടുകൂടി 7:00 ചൂരൽകുത്ത് പൂർത്തിയാക്കി രാത്രി 11:30 അമ്മ പുറത്തെഴുന്നള്ളും. ആ പുറത്തെഴുന്നള്ളുമ്പോൾ എല്ലാ വർഷവും ഒരുപക്ഷെ ആനപ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനകൾ ഒക്കെയായ പാമ്പാടി രാജനും തൃക്കടവൂർ ശിവരാജും ഒക്കെയാണ് അമ്മയ്ക്ക് അകമ്പടി സേവിക്കാനായി എത്തുന്നത്. പക്ഷേ ഇത്തവണ തൃക്കടവൂർ ശിവരാജു എത്തുമെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് വന്നില്ല. പക്ഷെ പകരം ഒരു കുട്ടി ശങ്കരൻ അങ്ങനെ എത്തുകയാണ്. ഓമല്ലൂരിൽ നിന്നും, ഓമല്ലൂരിന്റെ ക്ഷേത്രത്തിലെ ഓമല്ലൂർ കുട്ടി ശങ്കരൻ അങ്ങനെ അമ്മയ്ക്ക് അകമ്പടി സേവിക്കാൻ ഇവിടെ എത്തും. ഇന്ന് ഉച്ചയോടുകൂടി അവരിവിടെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ആനയുടെയൊക്കെ അകമ്പടിയോടുകൂടി ദേവി പുറത്തെഴുന്നള്ളി മണക്കാട് ശാസ്താവിനെ കണ്ട് നാളെ പുലർച്ചയോടുകൂടിയാണ് അവിടുത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കി താലപ്പൊലി ബാലികമാരുടെ ഒക്കെ അകമ്പടിയോടുകൂടി ദേവി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത് നടത്തുന്നത്. തിരിച്ചെഴുന്നള്ളി ഇവിടെ വന്ന് ബാലന്മാരുടെ ചൂരൽകുത്ത് അഴിച്ച് കാപ്പുകെട്ടി കുടിയിരുത്തിയ ദേവിയുടെ മുൻപിൽ കുരുതി തർപ്പണം ഉൾപ്പെടെ നടത്തിയ ശേഷം കാപ്പഴിച്ച് കുടിയിളക്കും ദേവിയുടെ. അപ്പോൾ കാർത്തിക നാളിൽ ഉത്സവം തുടങ്ങുമ്പോൾ കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയ അതേ ദേവിയെ കാപ്പഴിച്ച് കുടിയിളക്കുന്നതോടുകൂടിയാണ് 2025 ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമാപനം കുറിക്കാൻ പോകുന്നത്. അപ്പോൾ കുത്തിയോട്ട ബാലന്മാർ അമ്മയ്ക്ക് പ്രിയപ്പെട്ടവരാണ്, അമ്മയുടെ ദേവീദാസന്മാരാണ്. ആ ഒരു വഴിപാടിനായി എല്ലാ കുറിയും 100 കണക്കിന് ആളുകളാണ് അപേക്ഷകളുമായി അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം സബലീകരിക്കാനായി അമ്മയുടെ മുൻപിലേക്ക് എത്തുന്നത്. ഇന്നലെ ഇത്തവണ 592 ബാലന്മാർക്കാണ് ആ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. ഒപ്പം പണ്ടാര ഓട്ടം എന്ന് പറയുന്ന ഒരു വിശിഷ്ടാൽ ചടങ്ങ് കൂടി ആറ്റുകാൽ ക്ഷേത്രത്തിലുണ്ട്. ആ ചടങ്ങിനുൾപ്പെടെ 593 ബാലന്മാർ
അമ്മമാർ എങ്ങനെ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്രത്തിനുള്ളിൽ തുടരുകയാണ്. എന്നാലും ഒരുപാട് ഐതിഹ്യങ്ങൾ കോർത്തിണക്കി, ഒരു മുത്തുപോലെ കോർത്തിണക്കി ആ മുത്തുമാലയാണ് ആ ക്ഷേത്രത്തിന്റെ ആചാരവും ഒക്കെ ഉള്ളത്. ഏകദേശം നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ പുഷ്പവൃഷ്ടി നടത്തുന്നത് വിമാനത്തിലാണ്, ചെറുവിമാനങ്ങളിലാണ് ആ പുഷ്പവൃഷ്ടി നടത്തുന്നത്. അപ്പോൾ ഇത്തവണ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ റൺവേ നിർമ്മാണമൊക്കെ നടക്കുന്നത് കൊണ്ട് ആ ഒരു കാര്യം ഉണ്ടാകില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. എങ്കിൽ പോലും ഒരു സ്പെഷ്യൽ എഫേർട്ട് എടുത്തുകൊണ്ട് ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് കഴിഞ്ഞ ദിവസം ആറ്റുകാൽ ക്ഷേത്ര ഭാരവാഹികൾക്കും ഒരു അറിയിപ്പ് എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നു. ഒരു ദിവസം അമ്മയ്ക്ക് വേണ്ടി എയർപോർട്ട് അതോറിറ്റി നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഈ ഒരു വിമാനം വിട്ടു നൽകുകയാണ്. റൺവേ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ അത് അവിടുന്ന് വിമാനം പൊങ്ങാനൊക്കെയുള്ള ഒരു പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ട, പകരം റൺവേ നിർമ്മാണം നിർത്തിവെച്ച് അമ്മയ്ക്ക് വേണ്ടി ആചാരം മുടക്കാതെ നൽകുകയാണ്. പുഷ്പവൃഷ്ടി അപ്പോൾ ഉണ്ടാകും. ഒപ്പം ആനയുടെ അകമ്പടി ഉണ്ടാവും. ഓമലൂർ കുട്ടിശങ്കരൻ അങ്ങനെ എഴുന്നള്ളി അമ്മയുടെ മുൻപിൽ എത്തി നമസ്കരിച്ചിട്ടാണ് ഈ ഒരു പുറത്തെഴുന്നള്ളത്തിന്റെ ഒക്കെ ഭാഗമാകുന്നത്. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങൾ, ഒരുപാട് ഇടകലർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രഭൂമി, ക്ഷേത്ര സംഗമ ഭൂമി കൂടിയാണ് ആറ്റുകാൽ. ഒരു പക്ഷേ കിള്ളിയാർ എന്ന് പറയുന്ന ആ ഒരു ഭൂമി, ആ ഒരു മണ്ണ്, അത് അനുഗ്രഹങ്ങളുടെയും ഒപ്പം തന്നെ ഐതിഹ്യങ്ങളുടെയും ആചാരപ്പെരുമയുടെയും ഒക്കെ ഒരു സംഗമ ഭൂമിയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കിള്ളിയാറിന് അപ്പുറത്തേക്ക്, അതായത് കിള്ളിയാറിന്റെ ഒരു ഭാഗത്ത് മാത്രം, ആറ്റുകാൽ ക്ഷേത്രത്തോട് ചേർന്ന കിള്ളിയാറിന്റെ മറുവശത്ത് പൊങ്കാല ഇടാറുള്ളൂ, മറ്റൊരു ഭാഗത്ത്, ഓപ്പോസിറ്റ് ഭാഗത്ത് പൊങ്കാല ഇടാറുള്ളത് മധുര എന്നുള്ളൊരു സങ്കല്പമാണ്. പക്ഷേ പലർക്കും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കാണ് അത് അവർക്കറിയില്ല. അവർ നോക്കുമ്പോൾ കിള്ളിയാറിന്റെ ഒരു ഭാഗത്ത്, ഒരു റോഡിന് അല്ലെങ്കിൽ കിള്ളിയാറിന്റെ ഒരു വശത്ത് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട്, അവിടെയൊക്കെ പൊങ്കാല അർപ്പിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അത് മധുര എന്നുള്ളൊരു സങ്കല്പമാണ്. മധുര ചുട്ടി ചാമ്പലാക്കി വരുമ്പോൾ അമ്മയെ സമാധാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഒരു വിശേഷാൽ ചടങ്ങ് കൂടിയാണ് നിവേദ്യ ചടങ്ങ്. അപ്പോൾ അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അപ്പം രശ്മി നമ്മുടെ കൂടെ വീണ്ടും ചേരുകയാണ്. ആ ഒരു നിവേദ്യ ചടങ്ങിന്റെ ഐതിഹ്യങ്ങൾ, നിവേദ്യം എന്താണ് എന്നൊക്കെ പ്രേക്ഷകരെ മനസ്സിലാക്കാനും അത് നൽകാനും ഒക്കെയുള്ള, അതിൽ നൽകാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ രശ്മി പറഞ്ഞു. രശ്മി, ഈ നിവേദ്യം പലർക്കും അറിയാം, പക്ഷേ അതിൻ്റെ ഒരു ഐതിഹ്യം അതെന്താണ് എന്നൊക്കെയുള്ളത് പലർക്കും ഇപ്പോഴും അറിയാത്ത ന്യൂ ജനറേഷൻ ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. നിവേദ്യം ഇന്ന് 1:15 ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നത്. ഇതൊരു പൂജാരിയുടെ അല്ലെങ്കിൽ ഒരു തിരുമേനിയുടെ ഒന്നും ഇടനിലയില്ലാതെ സ്വന്തം കൈകൊണ്ട് ദേവിക്ക് നേരിട്ട് ആ നിവേദ്യം സമർപ്പിക്കുകയാണ്. അതുവഴി ദേവി സംതൃപ്തിയാകും, അല്ലെങ്കിൽ ദേവിയുടെ ആ ഒരു അനുഗ്രഹം, ആശീർവാദമൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം. ആറ്റുകാലെ സംബന്ധിച്ചിടത്തോളം ആറ്റുകാൽ ദേവിക്ക്, അന്നപൂർണേശ്വരിക്ക്, ആദിപരാശക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഭവം എന്ന് പറയുന്നത് ശർക്കര പായസം തന്നെയാണ്. അത് ശർക്കര ഉപയോഗിച്ചുള്ള പായസം തന്നെയാണ് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യം. ഒപ്പം തന്നെ മറ്റു പല നിവേദ്യങ്ങളും ദേവിക്ക് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് വ്രതനിഷ്ഠയോടുകൂടി, നമ്മൾ ഈ അനന്തപുരിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ, പൊങ്കാല മഹോത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം എല്ലാ ദിവസങ്ങളിലും വ്രതനിഷ്ഠയോടുകൂടി ആണ് ഓരോ അമ്മമാരും ഈ ഒരു പൊങ്കാലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അത്രമാത്രം മനഃശുദ്ധിയോടെ, ശരീരശുദ്ധിയോടെ, ആ ഒരു വ്രതനിഷ്ഠയോടുകൂടിയാണ് പൊങ്കാലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അത് സ്വന്തം കൈകൾ കൊണ്ട് ദേവിക്ക് നിവേദ്യം സമർപ്പിക്കുന്നു എന്നുള്ളത് കൂടി ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ ശർക്കര പായസത്തോടൊപ്പം തന്നെ വെള്ളപ്പായസം, വെള്ളച്ചോറ്, അതോടൊപ്പം തന്നെ തെരളി ഒക്കെ ദേവിക്ക് നൈവേദ്യമായി സമർപ്പിക്കാറുണ്ട്. ഇതിൽ മണ്ടപ്പുറ്റ് ദേവിക്ക് സമർപ്പിക്കുന്നത്, നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉള്ളവരുണ്ട്, അതായത് തലയ്ക്ക് സംബന്ധമായിട്ടുള്ള, അതായത് തലവേദന അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങൾ, തലയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, ആ രോഗങ്ങളൊക്കെ തന്നെ മാറുന്നതിന് വേണ്ടി ദേവിക്ക് മണ്ടപ്പുറ്റ് സമർപ്പിക്കുകയാണെങ്കിൽ അതിൽ ഒക്കെ വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം. 101 കലങ്ങൾ വരെ ദേവിക്ക് പൊങ്കാല ഇടുന്ന ഭക്തരുണ്ട്. അപ്പോൾ ഒരു പൂജാരിയുടെ ഒന്നും ഇടനിലയില്ലാതെ ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിച്ച് കൃത്യമായ വ്രതനിഷ്ഠയോടുകൂടി ദേവിക്ക് പൊങ്കാല അർപ്പിക്കുകയാണെങ്കിൽ അത് സഫലീകരിക്കും. ദേവിയുടെ ആ ഒരു അനുഗ്രഹം ഉണ്ടാകും. പിന്നീട് ഈ പൊങ്കാല അർപ്പിച്ച് മടങ്ങുമ്പോൾ അത് ഒരു വർഷത്തേക്കുള്ള ആ ഒരു അനുഗ്രഹം ദേവിയിൽ നിന്ന് നേടിയാണ് ഓരോ അമ്മമാരും ഇവിടെ നിന്ന് മടങ്ങുന്നത്. നമുക്കറിയാം, അതിഭയങ്കരമായ ചൂടാണ് പുറത്ത് അനുഭവപ്പെടുന്നത്. പക്ഷേ ആ ചൂടിനൊന്നും വകവയ്ക്കാതെയാണ് ദിവസങ്ങളോളം, ഇത് ഇന്ന് രാവിലെ എത്തുന്നവരൊന്നുമല്ല, ദിവസങ്ങളോളം ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ കുളിച്ച് ദേവിയെ രാവിലെയും വൈകിട്ടും ഒക്കെ തൊഴുത പ്രാർത്ഥനയോടുകൂടി കഴിയുന്ന അമ്മമാരൊക്കെ ഉണ്ട്. അത് ദേവി അന്നപൂർണേശ്വരി ഭാവത്തെ
ഭജിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അഭിവൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. മനമുരുകി സ്വയം സമർപ്പണമാണ് പൊങ്കാല. പുറത്ത് പൊള്ളുന്ന ചൂടിനും മേലെ ഉള്ളിൽ തിളയ്ക്കുന്ന ഭക്തിയാണ്. ആറ്റുകാൽ അമ്മയ്ക്ക് മുന്നിൽ തന്നെ നിവേദിക്കുന്ന അപൂർവ നിമിഷമാണ്. ഭക്തർക്ക് കാത്തിരിപ്പിന്റെ സായുജ്യം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല. 2 പൊങ്കാലകൾക്കിടയിലെ ജീവിതമാണ് ഒരു വർഷം എന്ന് പറയുന്നത്. കഴിഞ്ഞ പൊങ്കാല മുതൽ ഇത്തവണത്തേത് വരെ നീളുന്ന വ്രതാനുഷ്ഠാനത്തിന്റെ ഒരു സാഫല്യം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾക്കും അത്രത്തോളം പരിശുദ്ധി ഉണ്ട്. സങ്കടങ്ങളും അതോടൊപ്പം തന്നെ പരിദേവനങ്ങളും ഒക്കെ എരിഞ്ഞടക്കി തിളക്കമേറുന്ന മനസ്സുമായാണ് ഓരോ ഭക്തരും ഇവിടെ നിന്നും ക്ഷേത്രവും പരിസരവും ഒക്കെ തന്നെ അങ്ങനെയാണ്. നാരങ്ങ വിളക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ്. നമ്മൾ ഒരു മനസ്സിലൊരു കാര്യം ദേവിയോട് ആത്മാർത്ഥമായി ഈ നാരങ്ങ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് സഫലീകരിക്കും എന്നുള്ളതാണ് വിശ്വാസം. ഒരാണ്ട് നീണ്ട പ്രാർത്ഥനാ നിർഭരമായ കാത്തിരിപ്പിന് അവസാനമാവുകയാണ്. ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ ആ പുണ്യമുഹൂർത്തത്തിനായുള്ളത്. സങ്കടങ്ങൾ എരിച്ചടക്കി ഐശ്വര്യപൂർണമായ ജീവിതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാൽ അന്തരീക്ഷം മുഖരിതമാകും. പണ്ടാരടുപ്പ് ജ്വലിപ്പിച്ചതിന്റെ വിളംബരമായി ക്ഷേത്രത്തിന് സമീപത്ത് കരിമരുന്നിന്റെ പ്രയോഗമുണ്ടാകും. 9:45 ശുദ്ധ പുണ്യാഹത്തോടു കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല തുടക്കം കുറിക്കുന്നത്. ശുദ്ധ പുണ്യാഹത്തിനു ശേഷം പാണ്ഡ്യരാജാവിന്റെ വധം തോറ്റംപാട്ടുകാർ പാടും. അതോടുകൂടി ശുദ്ധ പുണ്യാഹം ആരംഭിക്കും. 10:15 പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകരും. അത് ക്ഷേത്ര ശ്രീകോവിനുള്ളിൽ നിന്നും തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് അദ്ദേഹം ദീപം പകർന്ന് മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരിക്ക് കൈമാറും. അദ്ദേഹം അത് സഹ മേൽശാന്തിക്ക് നൽകും. അദ്ദേഹമായിരിക്കും ക്ഷേത്ര തിടപ്പള്ളിയിലും പിന്നീട് പണ്ടാരടുപ്പിലേക്കും അഗ്നി പകരുന്നത്. ആ ഒരു നിമിഷം ഈ ആറ്റുകാലിന്റെ ക്ഷേത്ര പരിസരം അതോടൊപ്പം തന്നെ ലക്ഷോപലക്ഷം മൺകലങ്ങളിലേക്കും അഗ്നി പകരും. ആ ഒരു പുണ്യ മുഹൂർത്തം, ആ മുഹൂർത്തത്തിന് ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പണ്ടാരടുപ്പിൽ നിന്ന് കത്തിച്ച അഗ്നി ഏറ്റുവാങ്ങി സ്വയം തയ്യാറാക്കിയ അടുപ്പുകളിലേക്ക് പകർന്നെത്തുന്ന പുണ്യമുഹൂർത്തം. പൊങ്കാല കലങ്ങൾ തിളച്ചു തൂവുന്ന നിമിഷം അമ്മയ്ക്ക് നിവേദ്യം ഒരുക്കിയ ആ ഒരു നിറവിൽ അമ്മേ നാരായണ ദേവി നാരായണ മന്ത്രോച്ചാരണങ്ങൾ മാത്രമായിരിക്കും അന്തരീക്ഷത്തിൽ മുഴങ്ങുക. അമ്മയുടെ മുഖം മാത്രം മനസ്സിൽ ധ്യാനിച്ച് കൂപ്പ് കൈകളുമായി നിറകണ്ണുകളുമായി ഓരോ ഭക്തരും നിൽക്കുന്ന നിമിഷം കൂടിയാണിത്. സങ്കടങ്ങൾ അലിഞ്ഞില്ലാതാകുന്ന കാഴ്ച ലോകത്ത് മറ്റൊരിടത്തും ഒരുപക്ഷെ ഇത്രത്തോളം ഒത്തൊരുമയോടുകൂടി അമ്മമാർ ഒരേ മനസ്സോടുകൂടി ഒത്തുകൂടുന്നൊരു സ്ഥലം അത് മറ്റെവിടെയും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കുഞ്ഞു ബാലികമാർ താലപ്പൊലി എടുക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്ന ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിൽ നേർച്ചകളിൽ ഒന്നാണ് ഈ കുത്തിയോട്ട വ്രതവും അതോടൊപ്പം തന്നെ ഈ ബാലികമാർക്കുള്ള താലപ്പൊലിയും. ഇതിൽ ബാലന്മാരാണ് കുത്തിയോട്ട വ്രതം നോൽക്കുന്നത്. ആ ബാലന്മാർ കഴിഞ്ഞ ആ ഒരു ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ആയിരിക്കും അവർ താമസിക്കുക. ദേവിക്ക് മുന്നിൽ നമസ്കാരം അവർ പൂർത്തിയാക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളെ 10-നും 12-നും വയസ്സിലുള്ള ബാലന്മാരാണ് ഇത്തരത്തിൽ കുത്തിയോട്ട വ്രതം നോൽക്കുന്നത്. ഇന്ന് രാത്രി 7:45 ചൂരൽ കുത്തുന്ന ചടങ്ങുണ്ടാകും. 10:15 ദേവി മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുക. അതിനുശേഷം രാവിലെ ദേവി തിരിച്ച് എഴുന്നള്ളും. പിന്നീട് വൈകിട്ട് ഗുരുസിയോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനമാവുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും ഒക്കെ തന്നെ ഈ ഒരു പുണ്യമുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനാണ്. പൊങ്കാല കലങ്ങളും മനസ്സും നിറഞ്ഞ ഭക്തരുടെ ഒരു മടക്കയാത്ര നമുക്ക് വൈകിട്ട് കാണാൻ കഴിയും. പറയാനുള്ളതെല്ലാം ദേവിക്ക് മുന്നിൽ അർപ്പിച്ചതിന്റെ സംതൃപ്തിയോടെ അവർ ഒറ്റയ്ക്കും അതോടൊപ്പം തന്നെ കൂട്ടായും ഒക്കെ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇനി അത് കഴിഞ്ഞാൽ അവർ മടങ്ങിക്കഴിഞ്ഞാൽ ഇനി അടുത്ത വേനലിൽ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കും ഓരോ ഭക്തരും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ സംഘകാല പാരമ്പര്യത്തോളം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു ഐതിഹ്യമുണ്ട്. അത്രത്തോളം പഴക്കമുണ്ട് ആറ്റുകാലിന്. ഈ പൊങ്കാലയിൽ പഞ്ചഭൂതങ്ങളുടെ സംഗമം നമുക്ക് കാണാൻ കഴിയും. ഭൂമിയെ പ്രതീകമായ മൺകലവും അരിയും ആകാശം അതോടൊപ്പം തന്നെ വായു ജലം അഗ്നി ഇവയോടൊക്കെ ചേരുന്നതാണ് പൊങ്കാല. ആ പുണ്യം അത് ദേവിക്ക് സ്വന്തം കൈകളാൽ ദേവിക്ക് നിവേദിക്കുമ്പോൾ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറി വലിയ രീതിയിലുള്ള അഭിവൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഭക്തരുടെ വിശ്വാസം. തിരുവനന്തപുരത്തുകാരുടെ മാത്രം ഒരു ഉത്സവമല്ല ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ ആയിരക്കണക്കിന് 10,000-കണക്കിന് അമ്മമാരാണ്
ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്, ദേവിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, ഒപ്പം തന്നെ ദേവിയുടെ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടിയൊക്കെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഇനി ആ ഒരു പുണ്യമുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. 9:45 ശുദ്ധ പുണ്യാഹത്തോടുകൂടി ആണ് പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കുക. 10:15 ഭണ്ഡാരടുപ്പിലേക്ക് അഗ്നി പകരും. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അല്ലേ ശാലിനി? ഇനി അവസാനം ഈ പൊങ്കാലയ്ക്ക് മുന്നേ ദേവിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയുള്ള തിരക്കാണല്ലേ ക്ഷേത്രത്തിൽ? എന്തായാലും നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. വെറും 3 മണിക്കൂർ മാത്രമേ ഇനി ക്ഷേത്ര നടയിൽ ഈ ഒരു പൊങ്കാല അടുപ്പുവെട്ട് ചടങ്ങുകൾക്കായി ഉള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പം സമയം വളരെ ചുരുക്കമാണ്. ആ സമയത്തിനുള്ളിൽ ക്ഷേത്ര ദർശനം പൂർത്തീകരിച്ച് അമ്മയെ കണ്ട് വണങ്ങി അനുഗ്രഹം വാങ്ങി പൊങ്കാല ഇരിപ്പിടത്തിലേക്ക് പോകാനാണ് ഇവർ ഓരോരുത്തരും നിൽക്കുന്നത്. നിറകണ്ണുകളോടെ കൈകൂപ്പി ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. വിവിധ ദേശങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ ആറ്റുകാലമ്മയ്ക്ക് ഭാഷയില്ല, അതിർവരമ്പുകളില്ല, ദേശവ്യത്യാസങ്ങളില്ല, എല്ലാവരും അമ്മയുടെ മക്കളാണ് എന്നുള്ളൊരു സങ്കല്പം മാത്രമാണ് ഉള്ളത്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കുറച്ച് അധികം സ്നേഹം സ്ത്രീകളോട് കൂടിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ മറ്റുള്ളവരോടുമുണ്ട് എങ്കിൽ പോലും അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തർ സ്ത്രീകൾ തന്നെയാണ്. അവർക്ക് തന്നെയാണ് ഇന്ന് ആറ്റുകാൽ നഗരം പൂർണ്ണമായും നൽകിയിട്ടുള്ളത്. എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ആറ്റുകാൽ ക്ഷേത്രം, ആറ്റുകാൽ ഭരണസമിതി, ഒപ്പം തന്നെ നഗരസഭ അങ്ങനെ ഓരോ ഭക്തരെയും ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ കൈകൂപ്പി അമ്മമാർ ഇങ്ങനെ നിൽക്കുകയാണ്. അവരോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. അമ്മ കുറെ നാളായോ പൊങ്കാല ഇടാൻ വരുന്നു? ഇത്തവണത്തെ തിരക്ക് നല്ല തിരക്കല്ല. അത് പിന്നെ അടുത്ത വർഷം ഇതിന്നും തിരക്കായിരിക്കും. ഞാൻ 2 പ്രാവശ്യം വന്ന് തൊഴുതപ്പോ ഈ തിരക്കില്ല. ഇത്തവണ എന്താ അമ്മയോട് പ്രത്യേകം കണ്ട തൊഴുത് 2 പ്രാവശ്യം കാണാൻ പറ്റും. ഇതേപോലെ തിരക്കില്ലായിരുന്നു. ഇത്തവണ അമ്മ എന്താ അമ്മയോട് പ്രത്യേകമായിട്ട് പറയുന്നത്? നല്ല തിരക്കുണ്ട്. അടുത്ത വർഷം അമ്മയുടെ നടയിൽ വരാൻ ഭാഗ്യം തരണം. ഇത്രയും വിഴിഞ്ഞം മോള് ഇവിടെ അടുത്താണ്. പൊങ്കാല എന്തൊക്കെയാ തയ്യാറാക്കുന്നത്? പൊങ്കാല മാത്രം, 7 കലത്തി ഉള്ളതുകൊണ്ട് പറ്റൂല. കോഴിക്കോട് ഇന്നലെ എത്തിയോ? ഇന്നലെ എത്തി. എങ്ങനെയാ പൊങ്കാല തയ്യാറാക്കാനുള്ള? ഒക്കെ പൂർത്തിയാക്കി. അപ്പൊ അമ്മനെ തൊഴുതു പോകണം. കോഴിക്കോടൊക്കെ അധികം പൊങ്കാല സമർപ്പണമൊന്നും അധികം ഇല്ലല്ലോ. അപ്പം തിരുവനന്തപുരത്ത് ഒന്ന് പൊങ്കാല ഇടുന്നത് എന്ത് തോന്നുന്നു ഈ ഒരു സന്തോഷം? നാടുകളിൽ നിന്ന് എത്തിയതാണ്, ഇന്നലെ എത്തിയതാണ്. അവർക്കൊന്നും ഒരു വിഷമവുമില്ല. അവരുടെയൊക്കെ മനസ്സ് സന്തോഷപൂർവ്വമായി സന്തോഷിച്ച് തന്നെയാണ് അവർ പൊങ്കാല അർപ്പിക്കുന്നത്. അമ്മ പറഞ്ഞതുപോലെ പൊങ്കാല ഇടുന്നതിന് മുൻപ് അമ്മയെ കണ്ട് വണങ്ങി ഒന്ന് പോകാം എന്നുള്ളൊരു സന്തോഷമാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇവിടെയൊക്കെ അമ്മമാരുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ പൊങ്കാല എന്ന് പറയുമ്പോൾ അത് സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെയാണ്. അതിൽ കുഞ്ഞു കുട്ടികളടക്കമുള്ളവരുണ്ട്. ഒരു മകൻ നിപ്പോണ്ട്, ഒരു കുഞ്ഞു മകൾ നിപ്പോണ്ട്. അങ്ങനെ ഇവരൊക്കെ മണിക്കൂറുകളോളം ക്യൂ നിന്ന് വരി നിന്ന് അമ്മയുടെ അടുത്തേക്ക് എത്താൻ, അമ്മയെ തൊഴാനായി എത്തിയാൻ ഒക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ്. എന്തായാലും ആ ഒരു തിരക്കൊക്കെ കണക്കിലെടുത്ത് ക്ഷേത്ര ദർശനം സ്പീഡപ്പ് ആവുന്നുണ്ട്. മുൻപ് 100 പേരെയൊക്കെ വെച്ച് കടത്തി വിട്ടുകൊണ്ടിരുന്ന ഇപ്പോൾ അതിൽ കൂടുതൽ ആളുകളെ വെച്ച് കടത്തി വിടുകയാണ്. പക്ഷേ ഈ അഭൂതപൂർവമായ തിരക്ക് അത് കൺട്രോൾ ചെയ്യാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത്. 1000-ലധികം വരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. ആ ഒരു 1000-ലധികം വരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നന്നേ പാടുപെടുന്നുണ്ട് ഈ തിരക്ക് നിയന്ത്രിക്കാൻ. കാരണം എല്ലാവർക്കും കൂട്ടം തെറ്റിപ്പോകാതിരിക്കാൻ അവരെ ശ്രദ്ധിക്കണം, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം. കൈവരികൾ കെട്ടിയിട്ടുണ്ട്, അപ്പോൾ അവിടെ മറിഞ്ഞു വീഴാതെ അവരെ നോക്കണം. കയറ് കെട്ടി അവരെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കണം. അങ്ങനെ എല്ലാ സന്തോഷമുണ്ട്. ഒരു കുഞ്ഞു മകൻ നമുക്കൊപ്പം ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മോനോടൊന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ദർശനം നടത്താനുള്ള തിരക്കിലും ഓട്ടത്തിലും ഒക്കെയാണ്. അവരുടെ അമ്മയുടെ കൈകളിൽ അമ്മയുടെ മുൻപിലെത്തി അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ ആ കുഞ്ഞു മകനും ഇവിടെ ഉണ്ട്. അങ്ങനെ വിവിധ സങ്കല്പങ്ങൾ, വിവിധ ദേശങ്ങൾ, വിവിധ ഭാഷകൾ ഇതൊക്കെ സംഗമിക്കുന്ന ഒരു സംഗമ ഭൂമിയായി അങ്ങനെ നമ്മുടെ കിള്ളിയാറിന്റെ തീരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ ചുരുക്കം സമയം മാത്രമേ ഉള്ളൂ അനന്തപുരിയുടെ മണ്ണ് യാഗശാലയാകാൻ. അതിന് കാത്തിരിക്കുകയാണ് അനന്തപുരിയും ആറ്റുകാൽ നഗരവും ഒപ്പം തലസ്ഥാനവാസികളും. എന്തായാലും എല്ലാ വീടുകളും അനന്തപുരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളും ആറ്റുകാൽ ക്ഷേത്രമുറ്റമാവുകയാണ്. അങ്ങനെ വളരെ വൈവിധ്യപൂർണമായ ഒരു മണിക്കൂറിലൂടെ, ഒരു അന്തരീക്ഷത്തിലൂടെ, ശരണമുഖരിതമായ മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിലൂടെ അങ്ങനെ ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിലൂടെ ക്ഷേത്ര നഗരം കടന്നു പോവുകയാണ്. ഒപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ മുൻപിലും കിള്ളിയാറിന്റെ കരയിലും ക്ഷേത്രത്തിന്റെ മുറ്റത്തുമൊക്കെയായി ഭക്തലക്ഷങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ പക്ഷേ 45 ലക്ഷം വനിതകൾ ഇവിടെ എത്തി ഈ സംഗമ ഭൂമിയിൽ അവരുടെ പ്രാർത്ഥനകൾ പൊങ്കാലകളായി, മണ്ടപ്പുറ്റുകളായി, നിവേദ്യമായി അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ചരിത്രമായിരിക്കും ഇവിടെ വഴിമാറാൻ പോകുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ത്രീകളുടെ മറ്റെവിടെയും കാണാൻ കഴിയാത്തൊരു വലിയ സ്ത്രീ സംഗമമാണ്, നാരീ ശക്തിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ഇവിടെ ഭണ്ഡാര അടുപ്പ് തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. തോറ്റംപാട്ടുകാരാണ്
രീതിയിലാണ് അത് തയ്യാറാക്കുന്നത്. അപ്പം തോറ്റംപാട്ടിലെ കണ്ണകി ചരിതത്തിന്റെ അവസാന ഭാഗം അല്പസമയത്തിനകം പാടും. ആ പാടുന്നതിന് മുൻപ് തന്നെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് പച്ചപ്പന്തലിന് മുൻപായി തോറ്റംപാട്ടുകാർ ഇരിക്കുന്നതിന് തൊട്ടു മുൻപിലായി മണൽ വിരിച്ച് ഒപ്പം തന്നെ കട്ട പാകി, ചുമന്ന ഇഷ്ടിക പാകി അങ്ങനെ അടുപ്പ് തയ്യാറാക്കിയിരിക്കുകയാണ്. ഇനി അലങ്കരിച്ച അലങ്കാരങ്ങളും ചിത്രപ്പണിയൊക്കെ നടത്തിയിട്ടുള്ള മൺകലം അവിടേക്ക് എത്തും. ആ മൺകലം എത്തിയതിനു ശേഷം ക്ഷേത്രത്തിൽ ശുദ്ധ പുണ്യാഹം നടക്കും. 9:45 ശുദ്ധ പുണ്യാഹത്തിനായി ക്ഷേത്ര നട അടയ്ക്കും. അതിനുശേഷം ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾ പൂർത്തിയാക്കി 10:15 കൂടിയാണ് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും അഗ്നി അങ്ങനെ പണ്ടാര അടുപ്പിലേക്ക് എത്തുന്നത്. ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് ഓരോ അമ്മമാരും. ഓരോ മൺകലങ്ങൾ തയ്യാറാക്കി അവരുടെ ജീവനും സ്വത്തുമൊക്കെ ആ ഒരു മൺകലത്തിൽ നൽകിക്കൊണ്ട് അമ്മയ്ക്ക് പ്രസാദം നൽകാൻ അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വാദ്യമേളങ്ങളുടെയും ചെണ്ടമേളങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി രാവിലെ 9:45 ശുദ്ധ പുണ്യാഹം കഴിഞ്ഞതിന് ശേഷം കണ്ണകി ചരിതത്തിലെ പാണ്ഡ്യരാജാവിന്റെ വധം നടത്തുന്ന ഭാഗം തോറ്റംപാട്ടുകാർ പാടും. അത് പാടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ഷേത്രതന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ബി മുരളീധരൻ നമ്പൂതിരി ഇത്തവണ ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ പകരും. ഇതേ ദീപം തന്നെ സഹമേൽശാന്തിമാർ ഏറ്റുവാങ്ങിക്കൊണ്ട് വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തൊരുക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലേക്കും എത്തിക്കും. ഈ പണ്ടാര അടുപ്പിൽ അഗ്നി പകരുമ്പോൾ അതിനകമ്പടിയായി വെടിക്കെട്ടുണ്ടാകും. ഒപ്പം തന്നെ അതിന് ചെണ്ടമേളത്തിന്റെ ശബ്ദം അതിനുണ്ടാകും. ചെണ്ടമേളത്തിന്റെ അകമ്പടി ഉണ്ടാകും. കരിമരുന്ന് പ്രയോഗം ഉണ്ടാകും. ഒപ്പം തന്നെ വായ്ക്കുരവകൾ ഉണ്ടാകും. ഈ വരുന്ന ഭക്തലക്ഷ്യങ്ങളുടെ ശരണമന്ത്രങ്ങൾ ഉണ്ടാകും. ഇതിനെയൊക്കെ അകമ്പടിയോടുകൂടി പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരും. ഈ അഗ്നി പകരുന്ന സമയം തന്നെ ക്ഷേത്രത്തിന് പരിസരത്തും ഒപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏകദേശം 40-ലധികം വരുന്ന കിലോമീറ്റർ ഭാഗത്ത് ഒരുക്കിയിട്ടുള്ള അടുപ്പുകളിലേക്ക് അഗ്നി പകരും. അങ്ങനെ ഒരു വർഷം കാത്തിരുന്ന ആ ഒരു കാത്തിരിപ്പിന് അങ്ങനെ വിരാമമായി.